ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാക്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് രാഹുൽ. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 2022 നോബൽ സമ്മാനങ്ങളാണ്. നോബൽ സമ്മാനങ്ങൾ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ ഒരു കൊല്ലം അവസാനമാണ് നോബൽ സമ്മാനം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം ഇനി വരാൻ പോകുന്ന എക്സാമുകൾ അല്ലാന്നുണ്ടെങ്കിൽ 2023 നടക്കാൻ പോകുന്ന എക്സാമുകൾക്ക് നമുക്ക് നോബൽ സമ്മാനത്തിൽ നിന്ന് സ്ഥിരം അല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. അപ്പം സാധാരണ 6 മേഖലയിലാണ് നോബൽ സമ്മാനങ്ങൾ കൊടുക്കുക. ഇത്തവണയും 6 മേഖലയിൽ തന്നെയാണ് നോബൽ സമ്മാനങ്ങൾ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇത്തവണ ആളുകളുടെ എണ്ണം കുറച്ച് കുറവുണ്ട്. കാരണം നമുക്ക് ഓർക്കാൻ വേണ്ടി കൂടെ എളുപ്പമാണ്. അതുകൊണ്ട് അപ്പം സാധാരണ നമ്മൾ ഇതിനൊക്കെ കോഡുകളൊക്കെ ഡിറൈവ് ചെയ്യാറുണ്ട്. ഇത്തവണ നമുക്ക് കോഡുകളൊന്നും വേണ്ട. നമ്മൾ ട്രോളിൽ കൂടിയാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ചില കാര്യങ്ങൾക്ക് മാത്രം ചെറിയ കുഞ്ഞു കോഡുകളുണ്ട്. അത് നമ്മൾ ഇമേജൊക്കെ കാണിച്ചിട്ട് തന്നെ ആയിരിക്കും പറയുക. അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ ഒരു തവണ കണ്ടാൽ മതി. അതുമല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഒന്ന് കാണുക. കുറച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ടോ 2 ആഴ്ച കഴിഞ്ഞിട്ടോ ഒരിക്കൽ കൂടി ഈ ഒരു വീഡിയോ ഒന്ന് കാണുക. പിന്നീട് അത് സെറ്റാണ്. നിങ്ങൾ മറന്നു പോകില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഒക്കെ നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് വരാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് വൈദ്യശാസ്ത്രം. വൈദ്യശാസ്ത്രത്തിൽ നിന്നുള്ള നോബൽ 2022 ആർക്കാണ് കിട്ടിയത് എന്നൊരു കാര്യമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇമേജൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. ഇത് നിങ്ങൾക്കൊരു ട്രോളായിട്ടൊക്കെ തോന്നുന്നുണ്ടാവും. ഈ ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഓർത്താൽ മതി. സ്വാൻറ്റെ പേബു എന്ന് പറയുന്ന വ്യക്തി അല്ലെന്നുണ്ടെങ്കിൽ സ്വാൻറ്റെ പേബു എന്ന് പറയുന്ന ഡോക്ടറിനാണ് 2022 നോബൽ സമ്മാനം. ഏത് വിഭാഗത്തിൽ നിന്ന്? വൈദ്യശാസ്ത്ര വിഭാഗത്തിൽ നിന്നുള്ള നോബൽ സമ്മാനം കിട്ടുന്നത് സ്വാൻറ്റെ പേബു ആണ്. എങ്ങനെ ഈ പേര് ഓർത്തിരിക്കാം? ഇദ്ദേഹം ലക്ഷപ്രഭുവായിട്ട് മാറിയ ആളാണ് കേട്ടോ. അതായത് ലക്ഷപ്രഭു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നോബൽ സമ്മാനം കൊടുക്കുമ്പോൾ പ്രത്യേകിച്ചും വൈദ്യശാസ്ത്ര മേഖലയിൽ നിന്നുള്ള നോബൽ സമ്മാനം കൊടുക്കുമ്പോൾ മിക്കപ്പോഴും 3 പേരുണ്ടാവും. ഇത്തവണ ഒരൊറ്റ ആളേ ഉള്ളൂ. അതായത് 7.5 കോടിയും 7.6 കോടി രൂപയും ഈ ഒരൊറ്റ വ്യക്തിനാണ് കിട്ടുക. ലക്ഷപ്രഭു എന്നല്ല പറയാം, കോടികളുള്ള പ്രഭുവാണ്. ലക്ഷപ്രഭു അല്ല, ഞാൻ ചുമ്മാ ട്രോളായിട്ട് പറഞ്ഞാണ് കേട്ടോ ലക്ഷപ്രഭു എന്നുള്ള. അത് നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ട. അപ്പം അങ്ങനത്തെ ഒരു പ്രഭുവാണ്. അപ്പം ലക്ഷപ്രഭു അല്ല, കോടികൾ കെട്ടിയിട്ടുള്ള ഒരു പ്രഭുവാണ്. ആ ഒരു പ്രഭുവിനെ എന്താണ് കുളത്തിലേക്ക് എടുത്തിടുകയാണ് ചെയ്തത്. ഇദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെല്ലാം കൂടെ. ഇത് ഉണ്ടാക്കിയ ഇൻസിഡൻ്റ് അല്ല, ഇത് ആക്ച്വലി നടന്നതാണ്. ഇദ്ദേഹത്തിന് ഈ ഒരു സന്തോഷ വാർത്ത കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ്. ജപ്പാനിലെ ഒക്കിനാവ സർവകലാശാലയിൽ പ്രൊഫസറാണ്. ഇദ്ദേഹം അവിടെ വർക്ക് ചെയ്യായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കൊളീഗ്സ് എല്ലാം കൂടെ ഇദ്ദേഹത്തിനെ തൊട്ടടുത്തുള്ള കുളത്തിലേക്ക് എടുത്തെറിയുകയുണ്ടായി. ആ ഒരു ഇൻസിഡൻ്റാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓർക്കാം, ഒരുപാട് സ്വാനുള്ള കുളം. ഒരുപാട് സ്വാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാൻ എന്ന് പറഞ്ഞാൽ അരയന്നമാണ് അല്ലേ. ഒരുപാട് സ്വാനൊക്കെയുള്ള കുളത്തിലേക്ക് ഇദ്ദേഹത്തെ എടുത്തെറിയുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ഒരു ഇമേജ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അദ്ദേഹത്തെ എടുത്തെറിയുകയാണ്. അദ്ദേഹം പൊങ്ങി വരുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഒരു ബോട്ട്, അതായത് എയർ ബലൂൺ വെച്ചിട്ടാണ് അദ്ദേഹം പൊങ്ങി വരുന്നത്. പക്ഷേ അതിന് പകരം നിങ്ങൾ ഈ ഒരു ഇമേജ് മനസ്സിൽ കാണുക. ഇദ്ദേഹം പൊങ്ങി വരുന്നത് ഒരു മനുഷ്യൻ്റെ അസ്ഥികൂടമായിട്ടാണ്. ഇതും നമുക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. കാരണം ഇദ്ദേഹത്തിൻ്റെ പഠന മേഖല നരവംശ ശാസ്ത്രമാണ്. മനുഷ്യനെ പറ്റിയിട്ട് തന്നെ റിസർച്ച് ചെയ്തിട്ടാണ് ഇദ്ദേഹത്തിന് ഈ ഒരു പ്രൈസ് കിട്ടിയിരിക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ആധുനിക മനുഷ്യൻ എന്ന് പറയുന്നത് ഹോമോ സാപ്പിയൻസ് ആണ്. ഹോമോ സാപ്പിയൻസിന് മുമ്പ് തന്നെ ഒരുപാട് മനുഷ്യവർഗ്ഗങ്ങൾ മൺമറഞ്ഞു പോയിട്ടുണ്ട്. അവരുമായിട്ട് എന്താണ് ഹോമോ സാപ്പിയൻസിനുള്ള സിമിലാരിറ്റി അല്ലാന്നുണ്ടെങ്കിൽ ഡിഫറൻസ് എന്താണ് എന്നുള്ളൊരു കണ്ടുപിടുത്തത്തിനാണ് ഇദ്ദേഹത്തിന് ഈ ഒരു നോബൽ പ്രൈസ് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു കാര്യം, ഈ ഒരു ഒറ്റ ഇമേജ് നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ പേര് കിട്ടും. എന്താണ്? ഒരുപാട് സ്വാനുള്ള കുളം. സ്വാൻ പേബു, പ്രഭു. നമ്മൾ പേബുവിന് പകരം നമ്മൾ പ്രഭു എന്നാണ് ഓർക്കുന്നത് കേട്ടോ. ഒരുപാട് സ്വാനുള്ള കുളത്തിലേക്ക് പ്രഭുവിനെ എടുത്തെറിഞ്ഞു. ആ ഒരു ഇൻസിഡൻറ്റ് നിങ്ങൾ കാണുക, അല്ലാന്നുണ്ടെങ്കിൽ മനസ്സിൽ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. ഇനി ഒരു പേര് നിങ്ങൾക്ക് തെറ്റിപ്പോകില്ല. അദ്ദേഹം പൊങ്ങി വരുന്നത് എന്താണ്? മനുഷ്യൻ്റെ അസ്ഥികൂടമാണ്. അദ്ദേഹത്തിൻ്റെ മേഖല എന്താണ്? നരവംശ ശാസ്ത്രമാണ്. ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അസ്ഥികൂടമൊക്കെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യുക. നിങ്ങളിതിന് മറന്നു പോകില്ല. കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. എന്താണ് ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ്? സ്വാൻറ്റെ പേബു എന്നാണ് നമ്മൾ ഓർത്തിരിക്കുന്നത്. പ്രഭു എന്നൊക്കെയാണ് കേട്ടോ. സ്വാനുള്ള കുളം, അതിൽ പ്രഭു. ഒന്നാമത്തെ അവാർഡ് സെറ്റായാലോ, നമുക്ക് രണ്ടാമത്തെ അവാർഡിലേക്ക് വരാം. 2022 സാഹിത്യ നോബൽ ജേതാവ് ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനി എർണോ എന്ന് പറയുന്ന വ്യക്തിയാണ്. ആനി എർണോ. ഈ ഒരു പേര് നമുക്ക് മലയാളികൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പ്രത്യേകിച്ചും എളുപ്പമാണ്. കാരണം ഈ ആനി എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ഉണ്ട്, അറിയാലോ. ആനി എന്ന് പറയുന്ന ആക്ട്രസ് ഉണ്ട്. അവരൊരു ഫേമസ് ആയിട്ടുള്ള ഒരു പരിപാടി നടത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ പേര് ആനീസ് കിച്ചൺ എന്നാണ്. ആനീസ് കിച്ചൺ. അപ്പോൾ അതിൻ്റെ അകത്ത് നിമിഷ സജയൻ, നാഷണൽ അവാർഡ് വിന്നറൊക്കെ ആയിട്ടുള്ള നിമിഷ സജയൻ ഇൻ്റർവ്യൂവിന് വന്നിരുന്നു. ആ ഒരു സമയത്ത് ഇവർ ചോദിച്ചിരുന്നു എന്തുകൊണ്ട് നിമിഷ മേക്കപ്പ് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഇവർ ചോദിച്ചിരുന്നു. ഒരുപക്ഷെ ഇവർക്ക് അറിയാത്ത കാര്യം, സ്ത്രീകളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അവരുടെ കോൺഫിഡൻസ് ആണ് എന്നൊരു കാര്യം ഒരുപക്ഷെ ഈ പറഞ്ഞ ആനിക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ഒരുപാട് ട്രോളന്മാർ ഇവരെ എടുത്തിട്ട് അലക്കുകയുണ്ടായി, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ട്രോളൊക്കെ ഉണ്ടാക്കുകയുണ്ടായി. അതുപോലെ തന്നെ കുലസ്ത്രീ എന്ന് പറയുന്ന പരിവേഷണം ഇവർക്ക് കിട്ടിയിരുന്നു. അതുപോലെ തന്നെ ആക്ട്രസ് ശരണ്യമായിട്ടും ഇവർ ഈ പറഞ്ഞ പോലെ തന്നെ ചില മണ്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ആളുകൾ കുറേ നാൾ, ട്രോളന്മാർ പ്രത്യേകിച്ചും കുറേ നാൾ എയറിലൊക്കെ കയറ്റിയിരുന്നു. അപ്പോൾ ആ രീതിയിലൊന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഓർത്തിരിക്കാം എന്താണ് ആനി എയറിലായിരുന്നു. അപ്പോൾ ഇവരൊരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ പേര് നിമിഷയ്ക്ക് എന്നെ പോലെ മേക്കപ്പ് ചെയ്തൂടെ. സപ്പോസ് നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിക്കാം കേട്ടോ. ആ ഒരു ബുക്ക്, സാഹിത്യം എന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബുക്ക്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഈ ഒരു ട്രോൾ നിങ്ങൾ ഓർക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്ന തമ്മിലൊക്കെ ഒന്ന് ഓർക്കാം. അതാണ് ബുക്ക്. എന്താണ്? സാഹിത്യമാണെന്ന് ഓർക്കാൻ വേണ്ടിയാണ്. സാഹിത്യമാണ് എന്താണ്? ആനി എർണോയുടെ സാഹിത്യമാണ് ട്രോളന്മാരെല്ലാം കൂടെ എടുത്ത് അലക്കിയത്. ആ രീതിയിൽ ഒന്ന് ഓർക്കാം. അപ്പം അതൊരു ബുക്കായിരുന്നു. സാഹിത്യമാണെന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ആനി എർണോ.
പിന്നീട് ഇവർ ഫ്രഞ്ചുകാരിയാണ് എന്നൊരു കാര്യം നമുക്ക് ഓർക്കാം. അതുപോലെ തന്നെ സെയിം ഇൻ്റർവ്യൂവിൽ തന്നെ ടോവിനോ തോമസും വന്നിട്ടുണ്ട്. ടോവിനോ തോമസ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് പേർക്കെങ്കിലും എന്താണ് ഫ്രാൻസൊക്കെ ഓർമ്മ വരും അല്ലേ. അപ്പോൾ ആ രീതിയിലും കണക്ട് ചെയ്യാം. ഫ്രാൻസ് അല്ലെങ്കിൽ ഫ്രഞ്ച് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ഫ്രഞ്ച് എന്നൊരു കാര്യം ഓർക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് കേട്ടോ. ഫ്രഞ്ച് എന്നൊരു കാര്യം ഓർക്കാൻ വേണ്ടിയിട്ടാണ് സെയിം ഇൻ്റർവ്യൂവിൽ ടോവിനോയും വന്നിരുന്നു. അപ്പം ഫ്രാൻസുകാരിയാണ് എന്നൊരു കാര്യം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നീട് ഇവിടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം. പുസ്തകങ്ങൾ ഇതൊക്കെയാണ്: ക്ലീൻഡ് ഔട്ട്, എ മാൻസ് പ്ലേസ്, അതുപോലെ തന്നെ എ വുമൺ സ്റ്റോറി, ദ ഇയേഴ്സ്. ഇവയൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട കൃതികൾ. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് ഇങ്ങനെ ഓർക്കാം. ഇതിലെ ചില വാക്കുകൾ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. വുമൺ വിൽ ക്ലീൻ ബൗൾ, മെൻ ഇൻ എ ഇയർ. ഇത് നിങ്ങൾക്ക് ഓർക്കാമല്ലോ. അതായത് സ്ത്രീകൾക്ക് എന്താണ് ഒരുപാട് പ്രാതിനിധ്യവും അതുപോലെ തന്നെ അവരെ ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് വിമൺ ഒരു പക്ഷേ എന്താണ് പുരുഷന്മാരെ ഭാവിയിൽ റീപ്ലേസ് ചെയ്തേക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് മുന്നിലേക്ക് എത്തിയേക്കാം. ആ രീതിയിലൊന്ന് കണക്ട് ചെയ്യാം. വേറെ എന്താണ് ഇത് ഓർത്തിരിക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത് കേട്ടോ. അതായത് വുമൺ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാമല്ലോ. അതുപോലെ തന്നെ ക്ലീൻ ബൗൾ, അതായത് ക്ലീൻഡ് ഔട്ട് എന്നൊരു കാര്യം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ മെൻ, എ മാൻസ് പ്ലേസ് എന്നുള്ളത് ഓർക്കാൻ വേണ്ടിയിട്ടാണ് മെൻ എന്നൊരു വാക്ക് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ദ ഇയേഴ്സ് എന്നൊരു കാര്യം ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഇൻ എ ഇയർ. ഒരൊറ്റ വർഷത്തിനുള്ളിൽ വുമൺ വിൽ റീപ്ലേസ് മാൻ. ഇങ്ങനെ ഓർക്കാം. വുമൺ വിൽ ക്ലീൻ ബൗൾ, മെൻ ഇൻ എ ഇയർ. അങ്ങനെ ഓർക്കാം. അതിൻ്റെ അകത്തുള്ള വാക്കുകളൊക്കെ എന്താണ് ഒരു പുസ്തകമായിട്ട് കണക്റ്റഡ് ആണ്. ഇവിടെ മെൻ ആണെങ്കിലും വുമൺ ആണെങ്കിലും ക്ലീൻ ബൗൾ ആണെങ്കിലും ഇയർ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ പറയുന്ന ആനി എർണോടെ ചില പുസ്തകങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. ആ രീതിയിൽ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്ലീൻഡ് ഔട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുവരെ പറഞ്ഞ 2 കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് വരികയാണ്. 2022 ധനശാസ്ത്ര നോബൽ പുരസ്കാര ജേതാക്കൾ അഥവാ എക്കണോമിക്സ് എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് പുരസ്കാരം കിട്ടിയിട്ടുള്ള 3 പേരുടെ പേരും അതുപോലെ തന്നെ അവരുടെ മേഖലയുമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യമേ അവരുടെ മേഖല എന്ന് പറയുകയാണ്. എന്തെന്ന് ചോദിച്ചാൽ 2008 വലിയൊരു സാമ്പത്തിക മാന്ദ്യം അമേരിക്കയിൽ അനുഭവപ്പെട്ടിരുന്നു. ആ ഒരു മാന്ദ്യത്തിൽ നിന്ന് അമേരിക്കയെ കരകയറ്റാൻ വേണ്ടി 3 പേര് പ്രവർത്തിച്ചിരുന്നു. ആ 3 പേരുടെ പേരാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആ 3 പേര് ആ ഒരു സമയത്ത് നടത്തിയ കോൺട്രിബ്യൂഷൻസിൻ്റെ പേരിൽ 14 കൊല്ലങ്ങൾക്ക് ശേഷം അവർക്ക് നോബൽ സമ്മാനം കൊടുക്കുകയാണ്. അവർ പ്രവർത്തിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? 2008 സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്നും കടക്കണിയിൽ നിന്നും അമേരിക്കയെ രക്ഷിക്കാൻ വേണ്ടി കുറേ പോളിസീസ് സജസ്റ്റ് ചെയ്തു, അല്ലെന്നുണ്ടെങ്കിൽ പ്രാവർത്തികമാക്കി. അതിൻ്റെ പേരിലാണ് 3 പേർക്ക് നോബൽ സമ്മാനം കൊടുക്കുന്നത്. എന്തിന്? എക്കണോമിക്സിൽ അഥവാ ധനശാസ്ത്രത്തിൽ നോബൽ സമ്മാനം കൊടുക്കുന്നത്. എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് തൽക്കാലം ഇങ്ങനെ ഓർക്കാമേ. ആദ്യം ഇന്ത്യയിലെ ഒരു കേസ് പറഞ്ഞിട്ട് നമുക്ക് അമേരിക്കയിലേക്ക് പോകാം. അപ്പോൾ നമുക്കറിയാം ഒരു സിമ്പിൾ എക്കണോമിക്സ് പറയാൻ വേണ്ടി പോവുകയാണ്. അതായത് നമുക്കറിയാം ധനകാര്യ സ്ഥാപനമാണ്, കേരളത്തിലെ ഒരു ധനകാര്യ സ്ഥാപനമാണ് KSFB. കോവിഡ് സമയത്തൊക്കെ നല്ല രീതിയിൽ പലിശ അളവിൽ ഗോൾഡ് ലോണൊക്കെ വെക്കാമായിരുന്നു. മലയാളികൾ എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണ അവിടെ കുറച്ചെങ്കിലും ഗോൾഡ് ഉണ്ടാകും. അപ്പം ആ ഒരു സമയത്ത് ഗോൾഡ് കൊണ്ടുപോയി വെക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ വെറും 3% നമുക്ക് തുക കിട്ടുമായിരുന്നു. അപ്പം സപ്പോസ് ഒരു 5 ലക്ഷം രൂപയാണ് എന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ നമുക്ക് 3% പലിശയ്ക്ക് നമുക്ക് കിട്ടുമായിരുന്നു. ഇങ്ങനെ 3% പലിശയ്ക്ക് കിട്ടുന്ന സംഗതി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ബാങ്കിൽ കൊണ്ടിടാം, പ്രൈവറ്റ് ബാങ്കിലൊക്കെ കൊണ്ടിടാം. അങ്ങനെ കൊണ്ടിടുന്ന സമയത്ത് മുത്തൂറ്റ് പോലെയുള്ള ബാങ്കുകൾ അല്ലാന്നുണ്ടെങ്കിൽ കൊശമറ്റം പോലെയുള്ള ബാങ്കുകളാണെന്നുണ്ടെങ്കിൽ 10% നമുക്ക് മാർജിൻ കിട്ടും, 10% നമുക്ക് പലിശ കിട്ടും. അങ്ങനെ എന്നുണ്ടെങ്കിൽ 10-3 എന്ന് പറഞ്ഞാൽ എന്താണ്? 10-3 എന്ന് പറഞ്ഞാൽ 7%. സ്വർണ്ണം അവിടെ ഇരിക്കുകയും ചെയ്തോളും. സേഫായിട്ട് നമുക്ക് എന്താണ് 7% പലിശയും കിട്ടും. 7% പലിശയും കിട്ടും. ആ 100/7 എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ്? 14 കൊല്ലം കൊണ്ട് എന്താണ് ആ ഒരു എമൗണ്ട് ഡബിൾ ആകും. 14 കൊല്ലം കൊണ്ട് ആ ഒരു എമൗണ്ട് ഡബിൾ ആകും. ഒരു നിശ്ചിത പലിശയ്ക്ക് ഒരു എമൗണ്ട് ഡബിൾ ആകണം. എങ്ങനെ ഡബിൾ ആകും എന്നറിയാൻ വേണ്ടി ഇതാണ് സിമ്പിൾ ഫോർമുല. ഇപ്പം 12% പലിശയാണെന്നുണ്ടെങ്കിൽ 100/12 8.3 വർഷം കൊണ്ട് ഡബിളാകും. 24% ആണെന്നുണ്ടെങ്കിൽ ഒരാൾ 24% തരാൻ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ 100/24 4.4 വർഷം കൊണ്ട് അത് നേരെ ഡബിളാകും. അപ്പോൾ ഇവിടെ 7% പലിശയായിരുന്നു നമ്മുടെ മാർജിന്. അങ്ങനെ കൃത്യം 2008 + 14 2022 അവർക്ക് നോബൽ സമ്മാനം കിട്ടുന്നത്. അതൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു 7% എടുത്തത്. കൃത്യം 14 കൊല്ലങ്ങൾക്ക് ശേഷം എന്താണ് അവർക്ക് നോബൽ സമ്മാനം കിട്ടുകയാണ്. അപ്പോൾ ആ ഒരു പോളിസി ഏകദേശം നമ്മളിപ്പം പറഞ്ഞ കഥയുമായിട്ട് സിമിലറായിട്ടുള്ളൊരു പോളിസി അവരവിടെ സ്വീകരിച്ചത് കൊണ്ടാണ് അവർക്ക് ആ ഒരു നോബൽ സമ്മാനം കിട്ടിയത് എന്നൊരു കാര്യം ഓർക്കുക. നമുക്കറിയാം കേരളത്തിൽ ഈ പറയുന്ന പോലെ ഡയമണ്ട് ഒരിക്കലും ഗോൾഡ് ലോണിന് വേണ്ടി അംഗീകരിക്കില്ല. ഗോൾഡ് മാത്രമേ അംഗീകരിക്കുകയുള്ളൂ. ഡയമണ്ട് കൊണ്ടുപോയി എങ്ങും പണം വെക്കാൻ വേണ്ടി സാധിക്കില്ല. അമേരിക്കയിൽ സപ്പോസ് അത് സാധിക്കും എന്ന് വിചാരിക്കും. അമേരിക്കയിൽ അത് സാധിക്കും. നമ്മൾ മുമ്പേ പറഞ്ഞ അതേ കാര്യങ്ങളാണ് അവരവിടെ നടപ്പിലാക്കിയത് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യുക. ആ ഒരു കാര്യങ്ങളാണ് അവരവിടെ ചെയ്തത്. അങ്ങനെയാണ് ഈ 3 പേരും കൂടെ അമേരിക്കയെ സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് രക്ഷിച്ചത് എന്നൊരു കാര്യം
ഓർക്കുക. എന്താ അവർ ചെയ്തത്? ഈ പറഞ്ഞ പോലെ ഡയമണ്ടാണ് അവർ കൊണ്ടുപോയി വെച്ചത് കേട്ടോ. ഡയമണ്ട് കൊണ്ടുപോയി KSFയിൽ വെക്കുന്നു, അങ്ങനെ പലിശയുടെ മാർജിൻ എടുക്കുന്നു, മാർജിൻ എടുത്തിട്ട് അവരെ രക്ഷപ്പെടുന്നു. അല്ലെന്നുണ്ടെങ്കിൽ അമേരിക്കനെ കരകയറ്റുന്നു. ആ രീതിയിൽ നിങ്ങളൊരു സാങ്കല്പിക കഥ നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിക്കുക കേട്ടോ. അതാണ് സംഭവം. അപ്പം ഇവരുടെ പേര് ഈ ഒരു കഥയിൽ കൂടി തന്നെ നമുക്ക് ഓർക്കാം കേട്ടോ. അതായത് ഡയമണ്ടാണ് കൊണ്ടുപോയി പണയം വെച്ചത്. അല്ല, ഡയമണ്ടാണ് കൊണ്ടുപോയി പണയം വെച്ചത്. എന്തിനു വേണ്ടിയാണ് ചെയ്തത്? ഡബിളാക്കാൻ വേണ്ടിയിട്ടാണ്, ഡബിളിങ്ങിന് വേണ്ടിയിട്ടാണ്, ഡബിളിംഗ് ഗെയിമിന് വേണ്ടിയിട്ടാണ് അവരത് പണയം വെച്ചത്. പിന്നീട് ബെൻ എസ് ബെർണാൻകി, ആ ഒരു പേര് ഓർക്കാം. ബാങ്ക് അല്ലേ, ബാങ്കിലാണ് ഇവർ ഈ പറഞ്ഞ പരിപാടികളെല്ലാം ചെയ്തല്ലേ. ഈ ഒരു പ്ലേ മുഴുവൻ നടത്തിയത് ബാങ്കിലാണ്. ആദ്യം എന്താണ് KSFE പോലെയുള്ള ബാങ്ക്, അമേരിക്കയിലെ KSFE പോലെയുള്ള ഒരു ബാങ്ക്, പിന്നീട് മുത്തൂറ്റ് പോലെയുള്ള ഒരു ബാങ്കിൽ, ഈ രണ്ട് ബാങ്കിൻ്റെ സഹായത്തോടു കൂടിയാണ് അവർ ഈ ഒരു മാർജിൻ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ആ രീതിയിൽ കണക്ട് ചെയ്യാം. ബാങ്ക്, ബെൻ എസ് ബെർണാക്കി എന്താണ് ബാങ്ക്, രണ്ട് ബാങ്കിൻ്റെ ഒക്കെ പേര് വരുന്നുണ്ട്. നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കണം. ബെൻ എസ് ബെർണാക്കി എന്നൊരു പേര് ഓർക്കാം. പിന്നീട് ഡയമണ്ട് ഡബിളിംഗ്, ഈ ഒരു കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ എന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു 3 പേര് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്താണ് അവർ പണയം വെച്ചത്? ഡയമണ്ടാണ് പണയം വെച്ചത്. എന്തിനാണ് ചെയ്തത്? ഡബിളാക്കാൻ വേണ്ടിയിട്ടാണ്. ബേ എന്നെങ്കിലും ഓർക്കുമല്ലോ. എന്താണ്? ബെൻ എസ് ബെർണാക്കി എന്ന് പറയുന്ന മറ്റൊരു പേര് കൂടിയുണ്ട്. അങ്ങനെ 3 പേരാണ്. അങ്ങനെ 3 പേര് ചേർന്നിട്ടാണ് അമേരിക്കനെ സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് രക്ഷിച്ചത്. അതാണ് എക്കണോമിക്സ്. നമ്മൾ പഠിച്ച 3 പേരുടെ പേര് ഒരിക്കൽ കൂടി പറയുകയാണ്. ഫിലിപ്പ് എച്ച് ഡബ്ലിങ്, ഡഗ്ലസ് W ഡയമണ്ട്, ബെൻ എസ് ബെർണാൻകി. നമ്മൾ പഠിച്ചത് ഡബ്ലിങ്, ഡയമണ്ട്, ബെർണാൻകി എന്നായിരുന്നു. ഇവരുടെ ഫുൾ നെയിം ഇങ്ങനെയൊക്കെയാണ്: ബെൻ എസ് ബെർണാൻകി, ഡഗ്ലസ് W ഡയമണ്ട്, അതുപോലെ തന്നെ ഫിലിപ്പ് എച്ച് ഡബ്ലിങ് ഗെയിം ഡയമണ്ട് വെച്ചിട്ടാണ് ഡബിൾ ചെയ്തത്. ബെർണാൻകി, ഈ ഒരു കഥ ഓർക്കണം. പിന്നീട് ഇവരുടെ മേഖല എന്തായിരുന്നു? മേഖല എന്ന് പറയുന്നത് ബാങ്കിങ് നയത്തിലൂടെ സാമ്പത്തിക മാന്ദ്യത്തെ അതിജീവിക്കുന്നത് എങ്ങനെയെന്ന പഠനവും 2008 സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ കരകയറ്റിയ പ്രായോഗികത, അതിനുമാണ് ഇവർക്ക് നോബൽ സമ്മാനം ലഭിക്കുന്നത്. ഡബ്ലിങ്, ഡയമണ്ട്, ബെൻ എസ് ബെർണാൻകി. അടുത്ത നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 2022 സമാധാന നോബൽ പുരസ്കാര ജേതാക്കളെ പറ്റിയിട്ടാണ്. 3 പേരാണ്. 3 പേരെന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. ഒരു വ്യക്തിയും അതുപോലെ തന്നെ 2 സംഘടനകൾക്കുമാണ് ഈ ഒരു പുരസ്കാരം കിട്ടുന്നത്. സമാധാന നോബലാണ്. സമാധാനം എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് സമാധാനം കിട്ടുകിടക്കുന്ന 2 രാജ്യങ്ങളെ പറ്റിയിട്ടാണ്. ഏതൊക്കെയാണ്? റഷ്യയും ഉക്രൈനും. അവിടെ നിന്നുള്ള മനുഷ്യാവകാശ സംഘടനകൾക്കാണ് ഇത്തവണത്തെ നോബൽ, സമാധാനത്തിനുള്ള നോബൽ കിട്ടിയിരിക്കുന്നത്. ആ ഒരു കാര്യം ആദ്യമേ അങ്ങ് ഓർക്കണം. റഷ്യയിൽ നിന്നുള്ള മനുഷ്യാവകാശ സംഘടനയുടെ പേരാണ് മെമ്മോറിയൽ. അതുപോലെ തന്നെ ഉക്രൈനിൽ നിന്നുള്ള മനുഷ്യാവകാശ സംഘടനയുടെ പേരാണ് സെൻറ്റർ ഫോർ സിവിൽ ലിബർട്ടീസ്. അവരുടെ ലോഗയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. സെൻറ്റർ ഫോർ സിവിൽ ലിബർട്ടീസ് ആൻഡ് മെമ്മോറിയൽ റഷ്യയുടേതാണ്. സെൻറ്റർ ഫോർ സിവിൽ ലിബർട്ടീസ് എന്തിൻ്റേതാണ്? ഉക്രൈൻ്റേതാണ്. ആ ഒരു കാര്യം ഓർക്കുക. സമാധാന നോബൽ കിട്ടിയ 2 പ്രസ്ഥാനങ്ങൾ നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ മൂന്നാമത്തേത് ഒരു വ്യക്തിയാണ്. ഇങ്ങനെ അങ്ങ് ഓർക്കാം: ആള് വലിയ ആളാടോ എന്നാണ് പറഞ്ഞത്. എന്നാണ് പറഞ്ഞത്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേര് കേട്ടോ. എന്താണ്? ആള് വലിയ ആളാടോ. അദ്ദേഹത്തിൻ്റെ ആക്ച്വൽ പേര് ഇങ്ങനെയാണ്: അലിസ് ബിയാലിയാറ്റ്കി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഓർക്കാൻ വേണ്ടി പാടാണ്. നമുക്കിങ്ങനെ ഓർത്താൽ മതി: ആൾ വലിയ ആളാടോ. തീർച്ചയായിട്ടും വലിയ ആളാണല്ലേ. ഇതൊക്കെ ഒരു സംഘടനയ്ക്കാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തി ഇത് നേടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? അദ്ദേഹം തീർച്ചയായിട്ടും വലിയ ആളാണല്ലേ. ആ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. ആ ഒരു വ്യക്തിയുടെ പേരെന്താണ്? അലിസ് ബിയാലിയാറ്റ്കി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം ബെലാറസുകാരനാണ്. ബെലാറസ് എന്ന് പറയുന്നത് ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ്, അല്ലാന്നുണ്ടെങ്കിൽ രാജ്യമാണ്. റഷ്യ അതുപോലെ തന്നെ പോളണ്ടൊക്കെയാണ് അടുത്ത് കിടക്കുന്നത്. അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരുപാട് അമെൻമെൻറ്റ്സ് വരുത്തുവാൻ വേണ്ടി ഇടയാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് തവണ ജയിലിൽ കടന്നിട്ടുണ്ട്. ഇപ്പോഴും ജയിലിലാണ്. അതിനു മുമ്പ് 2014 വരെയും ഇദ്ദേഹം 2010 മുതൽ 2014 വരെയും ഇദ്ദേഹം വീണ്ടും ജയിലിലായിരുന്നു. ഇപ്പോൾ വീണ്ടും ജയിലിലാണ്. ആ ഒരു സമയത്ത് ജയിലിലായിരുന്നു, ഇപ്പോൾ വീണ്ടും ജയിലിലാണ്. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ളൊരു മനുഷ്യാവകാശ പ്രവർത്തകനാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയാണ്. മനുഷ്യാവകാശ അഭിഭാഷകൻ കൂടിയാണ് കേട്ടോ. ഇദ്ദേഹത്തിനൊരു പ്രസ്ഥാനമുണ്ട്. അതായത് വിയാസ്ന ഹ്യൂമൻ റൈറ്റ്സ് സെൻറ്റർ എന്ന് പറയുന്നൊരു പ്രസ്ഥാനമുണ്ട്. ആ ഒരു പ്രസ്ഥാനം അതിലെ ആക്ടിവിറ്റീസ് മൂലമാണ് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് ഒരുപാട് അമെൻമെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ സംഘടനയ്ക്കും സാധിച്ചു. എന്താണ്? ആൾ വലിയ ആളാണോ? അങ്ങനെ ഓർത്താൽ മതി. എന്താണ്? അലിസ് ബിയാലിയാറ്റ്കി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. എന്താണ്? ആൾ വലിയ ആളാടോ എന്ന് ഓർക്കുക. എന്താണ്? അലിസ് ബിയാലിയാറ്റ്കി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേര്. ബെലാറസുകാരനാണ്. അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ പേര് വിയാസ്ന ഹ്യൂമൻ റൈറ്റ്സ് സെൻറ്റർ എന്നുള്ളതാണ്. കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒരുപാട് അമെൻമെൻറ്റൊക്കെ വരുത്താൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും ജയിലിലാണ് ആൾ. അലിസ് ബിയാലിയാറ്റ്കി, മെമ്മോറിയൽ സെൻറ്റർ ഫോർ സിവിൽ ലിബർട്ടീസ്.
അടുത്ത നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 2022 ഭൗതിക ശാസ്ത്ര നോബൽ ജേതാക്കളാണ്. 3 പേരാണ് കേട്ടോ. 3 പേർക്കാണ് ഫിസിക്സിൽ നിന്ന് നോബൽ സമ്മാനങ്ങൾ കിട്ടുന്നത്. ആ ഒരു വ്യക്തികളുടെ പേരിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ചെറിയ കാര്യങ്ങൾ പറയാനുണ്ട്. അവരുടെ മേഖലയൊക്കെ നമുക്ക് പറയാൻ വേണ്ടിയിട്ടുണ്ട്. ഇവർക്ക് ഏത് മേഖലയിലാണ് ഈ ഒരു പ്രൈസ് കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് എന്ന് പറയുന്ന മേഖലയിൽ ഇവർ നടത്തിയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾക്കാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇവർ കണ്ടക്ട് ചെയ്തിട്ടുള്ള എക്സ്പെരിമെൻറ്റിനാണ് ഇവർക്ക് ഈ ഒരു പ്രൈസ് കിട്ടുന്നത്. ഇവർ പല സമയങ്ങളായിട്ടാണ് ഈ ഒരു എക്സ്പെരിമെൻ്റൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അതിലേക്ക് വരാം. അപ്പോൾ അതിനു മുമ്പായിട്ട് എന്താണ് ക്വാണ്ടം ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ്. ക്വാണ്ടം ഫിസിക്സിലാണ് ആൽബർട്ട് ഐൻസ്റ്റീന് നോബൽ സമ്മാനം കിട്ടുന്നത്. 1921 ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു. 21 എക്സ്പ്ലെയിൻ ചെയ്തു. 22 അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടുന്നു. ആ ഒരു സമയം മുതൽ ക്വാണ്ടം ഫിസിക്സ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ഇവോൾവ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഫിസിക്സിൽ നിന്നും ഒരുപാട് ഇവോൾവ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അത് വലിയൊരു ബ്രാഞ്ചായിട്ട് മാറി. ആ ഒരു മേഖലയിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ശാസ്ത്രജ്ഞരുണ്ട്. അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട 2 പേരാണ് ഷ്രോഡിഞ്ചർ, അതുപോലെ തന്നെ നീൽസ് ബോറാണ് ഇതിൽ പ്രമുഖൻ. നീൽസ് ബോറും അതുപോലെ തന്നെ ഐൻസ്റ്റീനും തമ്മിൽ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാഷ് ആയിരുന്നു. ഇദ്ദേഹമാണ് ഇതിന് അടിത്തറയൊക്കെ പാകിയത്. അത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ക്വാണ്ടം ഫിസിക്സിന് അടിസ്ഥാനമൊക്കെ പാകിയത് ഇദ്ദേഹമാണ് എന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ കൈയൊക്കെ വിട്ടിട്ട് ഇദ്ദേഹത്തിന് പോലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ക്വാണ്ടം ഫിസിക്സ് ഒരുപാട് ഇവോൾവ് ആയിരുന്നു. ഇപ്പോൾ ഉള്ള സൂപ്പർ കമ്പ്യൂട്ടറിലൊക്കെ നമുക്ക് ഇതിനെപ്പറ്റിയുള്ള തിയറി ഇപ്പോഴും കൃത്യമായിട്ട് എക്സ്പ്ലനേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്ന സംഗതി അല്ലാന്നുണ്ടെങ്കിൽ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻ്റ് ഒക്കെ നമ്മളിപ്പോഴും സൂപ്പർ കമ്പ്യൂട്ടർ പോലുള്ള സംഗതികളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ രീതിയിലൊക്കെ എക്സ്പെരിമെൻറ്റ് നടക്കുന്നുണ്ട്. വലിയ രീതിയിൽ ഈ ഒരു മേഖല അങ്ങ് ഇവോൾവ് ചെയ്തു പോയി. അത് ഐൻസ്റ്റീൻ്റെ കയ്യിൽ നിന്ന് ഈ സംഗതി അങ്ങ് വിട്ടുപോകുന്ന സമയത്ത് പ്രമുഖരായിട്ട് വന്നവരാണ് ഈ പറഞ്ഞ നീൽസ് ബോർ അല്ലാന്നുണ്ടെങ്കിൽ ബോർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനൊക്കെ ആ ഒരു മേഖലയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തിയതാണ്. 1955 ഐൻസ്റ്റീൻ മരിക്കുന്നു. ആ ഒരു സമയത്ത് വരെയും ഇവർ തമ്മിൽ ഐഡിയപരമായിട്ട് ക്ലാഷുകളുണ്ടായിരുന്നു. എന്തിനാണ് ക്ലാഷ് എന്ന് ചോദിച്ചാൽ 2 കൺസെപ്റ്റാണ്. ബോർ മുന്നോട്ട് വെച്ച കൺസെപ്റ്റും അതുപോലെ ഐൻസ്റ്റീൻ മുന്നോട്ട് വെച്ച കൺസെപ്റ്റും രണ്ടായിരുന്നു. അതായത് നമുക്കറിയാം ഫോട്ടോൺ എന്ന് പറയുന്നത് എന്താണ്, പ്രകാശത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന യൂണിറ്റാണ് അല്ലേ. അത് വെച്ചിട്ടാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഫോട്ടോണെയും നമ്മൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം. അതിനു മുമ്പ് ഈ പറഞ്ഞ അതായത് നമ്മൾ ക്വാണ്ടം ലെവൽ ചിന്തിക്കുമ്പോഴാണ് കേട്ടോ. ലൈറ്റ് നമ്മൾ എന്താണ് കണ്ടിന്യൂസ് ആയിട്ടാണ് കാണുന്നത്. പക്ഷേ എന്താണ് നമ്മൾ ക്വാണ്ടം ലെവലിലേക്ക് ചിന്തിക്കുമ്പോഴാണ് അത് നമുക്ക് ഫോട്ടോണൊക്കെ ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ വെള്ളവും അതുപോലെ തന്നെയാണ്. ക്വാണ്ടം ലെവൽ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് എന്താണ് ഈ പറഞ്ഞ പോലെ ചെറിയ തന്മാത്രകളാണ്, ചെറിയ വെള്ളത്തിൻ്റെ തന്മാത്രകളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒഴുക്കാണ് നമുക്ക് എന്താണ് ഒരു സ്ട്രീമായിട്ട് അതിലേക്കുള്ള ഒരു അരുവിയൊക്കെ ആയിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അത് ക്വാണ്ടം ലെവൽ ചിന്തിക്കുമ്പോഴാണ്. ഒരു ഫോട്ടോനെ നമുക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുക ഒരു പോസിട്രോൺ കിട്ടും, അതുപോലെ തന്നെ ഒരു ഇലക്ട്രോൺ കിട്ടും. ഇവിടെ 2 ഇലക്ട്രോണാണ് അല്ല, ഒരു പോസിട്രോണും കിട്ടും, അതുപോലെ തന്നെ ഒരു ഇലക്ട്രോണും നമുക്ക് കിട്ടും. പോസിട്രോണും ഇലക്ട്രോണും കിട്ടും എന്നതിനേക്കാൾ ഉപരി ഇതിന് സ്പിന്നുണ്ട്, അഥവാ ഒരു ഓറിയൻറ്റേഷൻ ഉണ്ട്. ഇത് സപ്പോസ് ഇതൊരു അപ്പ് സ്പിൻ ആണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇലക്ട്രോണിൻ്റേത് ഡൗൺ സ്പിൻ ആയിരിക്കും. പോസിട്രോൺ അപ്പ് സ്പിൻ ആണ് എന്നുണ്ടെങ്കിൽ ഇത് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇലക്ട്രോൺ എന്താണ് ഡൗൺ സ്പിന്ന് ആയിരിക്കും. അതാണ് ബോറൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തിയറി. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇല്ല. പക്ഷേ അങ്ങനെയാണ്. ഇതിന് കൃത്യമായിട്ടുള്ള മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്കൽ സപ്പോർട്ട് വഴിയാണ് ബോറൊക്കെ ഈ ഒരു കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഇരുന്നത്. പക്ഷേ ഇതിന് ഐൻസ്റ്റീൻ ചോദിക്കുന്നത് ഇതിനൊരു 5 ലൈറ്റ് ഇയേഴ്സ് മാറ്റി വെക്കുകയാണ്. ഇതിനൊരു 5 ലൈറ്റ് ഇയർ മാറ്റി വെക്കുന്ന സമയത്ത് പോസിട്രോണേയും അതുപോലെ തന്നെ ഇലക്ട്രോണേയും 5 ലൈറ്റ് ഇയർ മാറ്റി വെക്കുകയാണ്. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് പോസിട്രോണ് പോസിറ്റീവ് സ്പിൻ സ്വീകരിച്ചു. അങ്ങനെ എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതെങ്ങനെയാണ് ഇലക്ട്രോൺ ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് സ്പിൻ സ്വീകരിക്കുന്നത്. അതായത് ബോർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഏത് സ്പിൻ വേണമെങ്കിലും ആവാം കേട്ടോ. പോസിറ്റീവാണ് പോസിറ്റീവ് സ്പിൻ എന്നുള്ളൊരു കാര്യം മാത്രമല്ല, പോസിറ്റീവ് സ്പിന്നോ നെഗറ്റീവ് സ്പിന്നോ ആകാം. ഇത് പോസിറ്റീവ് സ്പിന്നാണ് സ്വീകരിച്ചത് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് നെഗറ്റീവ് സ്പിൻ ആയിരിക്കും. ഇത് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് സ്പിന്നാണ് സ്വീകരിച്ചതെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ എന്തായിരിക്കും പോസിറ്റീവ് സ്പിൻ ആയിരിക്കും. അതാണ് ബോർ പറഞ്ഞു വെച്ചത്. പക്ഷേ ഇതിന് 5 ലൈറ്റ് ഇയർ മാറ്റി ചിന്തിക്കുകയാണ് ഐൻസ്റ്റീൻ ചിന്തിക്കുകയാണ്. ആ ഒരു സമയത്ത് ഇതെങ്ങനെ പ്രാക്ടിക്കലാകും. പക്ഷേ അത് പ്രാക്ടിക്കലാകും എന്നുള്ളൊരു കാര്യമാണ് ബോർ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ വെച്ചിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കറക്റ്റ് ആയിരുന്നു താനും. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. പക്ഷേ എത്ര മാറ്റി വെച്ച് കഴിഞ്ഞാലും അത് അങ്ങനെയായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യമാണ്. ആ ഒരു കാര്യത്തിലാണ് ഇവർ തമ്മിൽ കണ്ടിന്യൂസ് ആയിട്ട് അടി ഉണ്ടായിരുന്നത്. ഐൻസ്റ്റീന് ഒരു കാരണവശാൽ ഇത് അംഗീകരിക്കത്തില്ല. കാരണം ഇത് അംഗീകരിച്ച് കഴിഞ്ഞാൽ എന്താണ് ലൈറ്റിനേക്കാളും വേഗതയുള്ള പാർട്ടിക്കിൾ ഉണ്ട് എന്നൊരു കാര്യം പറയുന്ന പോലെ ആയിപ്പോകും. അതായത് =mc² എന്നൊരു കാര്യം തെറ്റാണ് എന്നൊരു കാര്യം പ്രഖ്യാപിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഈ ഒരു കാര്യം എങ്ങനെ തന്നെ പുരോഗമിച്ചു. 1955 വരെയും അതിനൊരു തീരുമാനമായില്ല. പിന്നീട് 1964 ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ബെല്ല് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ മുന്നോട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ പേര് സ്റ്റുവർട്ട് ബെല്ല് എന്നാണ്. അദ്ദേഹം ഒരു ഇനിക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തേക്കൊന്നുമില്ല, പ്രോബബിലിറ്റി ഇക്വേഷൻസ് ആണ്. ഇദ്ദേഹം ഒരു പ്രോബബിലിറ്റി ഇക്വേഷൻസ് മുന്നോട്ട് വെക്കുന്നു. ആ ഒരു പ്രോബബിലിറ്റി ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ബോർ പറഞ്ഞ കാര്യങ്ങൾ
തെറ്റാണ്, അതുമല്ല എന്നുണ്ടെങ്കിൽ ഐൻസ്റ്റീൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്നും ഇനിയിപ്പോൾ സപ്പോസ് ആ ഒരു ഇനിക്വാളിറ്റി പാലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ബോർ പറഞ്ഞ കാര്യം ശരിയാണെന്നൊരു കാര്യം സമ്മതിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അത് കൃത്യമായിട്ട് ലോജിക്കലായിരുന്നു. ആ ഒരു എക്സ്പെരിമെൻറ്റ് അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം ലോജിക്കലായിരുന്നു. ഒരു ഇനിക്വാളിറ്റി മുന്നോട്ട് വെക്കുന്നു, ആ ഒരു ഇനിക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ബോർ പറഞ്ഞ കാര്യമാണ് കറക്റ്റ്. അപ്പം അതിന് വേണ്ടിയിട്ട് ആ ഒരു കാര്യം മുന്നോട്ട് വെച്ചു. ആ ഒരു കാര്യത്തിൽ ആദ്യമായിട്ട് അദ്ദേഹം ഒരു ആശയമാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാം എന്നൊരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എങ്ങനെ ചെയ്യാം എന്നൊരു കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ടൊരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് കണ്ടക്ട് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഉണ്ടാക്കി നടത്തുന്ന ആളാണ് ആര്? ജോൺ എഫ് ക്ലോസർ. രണ്ടാമത് നടത്തുന്ന ആളാണ് അലൻ ആസ്പെക്റ്റ്. മൂന്നാമത് നടത്തുന്ന ആളാണ് ആൻറ്റോൺ സെലിഞ്ചർ. ഇദ്ദേഹമാണ് ഒരുപാട് എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടുള്ളത്. ഇദ്ദേഹമാണ് ആൻറ്റൺ സെലിഞ്ചർ. ഇദ്ദേഹം നടത്തിയ എക്സ്പെരിമെൻറ്റിന് ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ടായിരുന്നു. അത് നികത്തുകയാണ് അലൻ ആസ്പെക്റ്റ് ചെയ്തത്. ഇദ്ദേഹം ചെയ്തതിനും കുറേയധികം ലൂപ്പ് ഹോൾസ് ഉണ്ടായിരുന്നു. അതും കൂടെ കറക്റ്റ് ചെയ്ത്, അല്ലാന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പഴുതടച്ച് ചെയ്തതാണ് ആൻറ്റൺ സെലിഞ്ചർ. അദ്ദേഹം എന്താണ് ചെയ്തത്? ആ ഒരു ഇനിക്വാളിറ്റി പാലിക്കുന്നില്ല. ഈ പറഞ്ഞ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ്, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത പ്രോട്ടോണും ഇലക്ട്രോണും ഇനിക്വാളിറ്റി പാലിക്കുന്നില്ല എന്നൊരു കാര്യം അദ്ദേഹം പഴുതടച്ച് പ്രൂവ് ചെയ്യുകയാണ് ചെയ്തത്. അതായത് ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്ന കാര്യം തെറ്റാണെന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തു. ആ ഒരു കണ്ടുപിടുത്തമാണ് ഇവർ നടത്തിയിരിക്കുന്നത്. അപ്പം ഇത് വെച്ചിട്ട് ഇനിയിപ്പോൾ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിലൊക്കെ ഈ ഒരു കാര്യങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. അത് സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ പോസിറ്റീവ് സ്പിൻ എന്നുള്ളത് നമുക്ക് 1 ആയിട്ട് എടുക്കാം, നെഗറ്റീവ് സ്പിൻ എന്നുള്ളത് നമുക്ക് 0 ആയിട്ട് എടുക്കാം. എപ്പോഴും ബൈനറിയാണ് അല്ലേ. അപ്പം ഈ പറഞ്ഞ സംഗതി ഈ ഒരു ഹൈ സ്പീഡ് കമ്പ്യൂട്ടേഴ്സിലൊക്കെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടി സാധിക്കും. കാരണം 0 അല്ലെങ്കിൽ 1 എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. 0-ന് പകരം നമുക്ക് ഡൗൺ സ്പിൻ എടുക്കാം, 1-ന് പകരം അപ്പ് സ്പിൻ എടുക്കാം. അത് വെച്ചിട്ട് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഇനിയിപ്പം ഒരുപാട് അഡ്വാൻസ്മെൻറ്റ് നടക്കാൻ വേണ്ടി പോവുകയാണ്. തിയറി ഇപ്പോഴും ചെറിയ സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ പോലും സംഗതി മാത്തമാറ്റിക്കലി നടക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പഠനം നടത്തിയ മേഖല നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട്. എന്താണ് ക്വാണ്ടം എൻറ്റാങ്കിൾമെൻ്റ് ആണ്, അതെന്താണെന്നൊരു കാര്യം ഏകദേശമൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവരുടെ പേര് എങ്ങനെ ഓർത്തിരിക്കാം? ഈ പറഞ്ഞ കഥകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ ഈ പേരുകളും നിങ്ങൾക്ക് ഓർത്തിരിക്കാം. അതായത് ബോർ, ഐൻസ്റ്റീൻ ഇവർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണല്ലോ, അവിടെ നിന്നാണല്ലോ ഈ ഒരു കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. അപ്പം ബോറിൻ്റെ കൺസെപ്റ്റുമായിട്ട് നമ്മൾ കൂടുതൽ അടുക്കുകയാണ് ചെയ്തത് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ കൂടെ, അല്ലാന്നുണ്ടെങ്കിൽ സെലിഞ്ചർ വഴി നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിലേക്ക് കൂടുതൽ അടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ രീതിയിൽ ആസ്പെക്റ്റ്, ബോറിൻ്റെ കൺസെപ്റ്റ്, അതിനെ നമ്മൾ ആസ്പെക്റ്റ് എന്ന് വിളിക്കുകയാണ്. ബോറിൻ്റെ കൺസെപ്റ്റിലേക്ക് നമ്മൾ കൂടുതൽ ക്ലോസറായി. ആര് വഴി? സെലിഞ്ചർ വഴി. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓർത്താൽ മതി. ബോറിൻ്റെ കൺസെപ്റ്റിലേക്ക് നമ്മൾ കൂടുതൽ ക്ലോസറായി. ആര് വഴി? സെലിഞ്ചർ വഴി. ഇത് 3 സയൻറ്റിസ്റ്റിൻ്റെ പേരുകളാണ്. ബോറിൻ്റെ കൺസെപ്റ്റുമായിട്ട് ക്ലോസറായി, സെലിഞ്ചർ വഴി. അതാണ് നമ്മുടെ കോഡ്. അതിനുവേണ്ടിയാണ് ഈ ഒരു കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് കേട്ടോ. അപ്പം ഈ ലിങ്കർ എന്ന് പറയുന്ന വേർഡ്, അതിൻ്റെ അകത്ത് തന്നെ ഇദ്ദേഹം ചെയ്യുന്ന മേഖലയും കാര്യങ്ങളെല്ലാം ക്ലൂ കിടപ്പുണ്ട്. ലിങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് വേർഡാണ്. ലിങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമുക്കൊരു യൂഷ്വൽ ടൈം വേണം. നമുക്കൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി നമുക്കൊരു യൂഷ്വൽ ടൈം വേണം. അതിനേക്കാൾ കൂടുതൽ ടൈം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ലിങ്കേറിയസ് എന്നൊക്കെ പറയും. അപ്പം സെലിഞ്ചറിൻ്റെ അകത്ത് ഒരു ലിങ്കർ കിടപ്പുണ്ട്. ഇദ്ദേഹമാണ് ഒരുപാട് ടൈമൊക്കെ എടുത്ത് ആ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് ആരാണ്? ഈ ഒരു 3ാമത്തെ വ്യക്തിയാണ്, സെലിഞ്ചറാണ്. അപ്പം ഇദ്ദേഹത്തിന് മാത്രമായിട്ട് പ്രൈസ് കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം ആദ്യം ചെയ്ത രണ്ട് പേരുടെ വർക്കുകളുടെ ചുക്കാൻ പിടിച്ചാണ് ഇദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ ചെയ്തത്. അതുകൊണ്ടാണ് ഈ 3 പേർക്കും കൂടെ പ്രൈസ് കൊടുത്തത്. ഇദ്ദേഹമാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ആരാണ്? സെലിഞ്ചർ തന്നെയാണ്. അപ്പം 3 പേരുകളാണ്. ആര്? ബോർ എന്നൊരു കാര്യം ചുമ്മാ നമ്മളിട്ടാണ്. ബോറിൻ്റെ കൺസെപ്റ്റിലേക്ക് കൂടുതൽ ക്ലോസറായി. ആര് വഴി? ലിങ്കർ വഴി അല്ലെങ്കിൽ സെലിഞ്ചർ വഴി. ഓക്കെ, അത്രേ ഉള്ളൂ കാര്യങ്ങൾ. പിന്നീട് ഇവിടെ രാജ്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ആൻറ്റൺ സെലിഞ്ചർ ഓസ്ട്രിയക്കാരനാണ്. ജർമ്മനിക്ക് അടുത്ത് കിടക്കുന്ന രാജ്യമാണ് അല്ലേ ഓസ്ട്രിയ. നമ്മുടെ ഐൻസ്റ്റീനും ജർമ്മൻകാരനായിരുന്നു. അപ്പം ആൻറ്റൺ സെലിഞ്ചർ ഓസ്ട്രിയ കേട്ടോ. ആൻറ്റൺ സെലിഞ്ചർ എന്തായിരുന്നു? ഓസ്ട്രിയക്കാരനായിരുന്നു. ഇതിൻ്റെ അകത്ത് ക്ലോസറായ ആളാണ്. ബോറിൻ്റെ കൺസെപ്റ്റുമായിട്ട് ക്ലോസർ ആക്കി കൊണ്ടുവന്ന ആളാണ്. അദ്ദേഹം അമേരിക്കക്കാരനാണ്. ബോറിൻ്റെ കൺസെപ്റ്റ് അല്ലേ, ആ കൺസെപ്റ്റ് എന്നുള്ളത് എന്താണ്? ആസ്പെക്റ്റ്, അലൈൻ ആസ്പെക്റ്റ് എന്നുള്ളൊരു പേര് ഓർത്തോണം. അദ്ദേഹം ഫ്രാൻസുകാരനാണ്. ഫ്രാൻസ്, അമേരിക്ക, ഓസ്ട്രിയ. ജർമ്മനിയല്ല, ഓസ്ട്രിയ. ഫ്രാൻസ്, അമേരിക്ക, ഓസ്ട്രിയ. 6ാമത്തെ മേഖലയിലേക്ക് വരികയാണ്. രസതന്ത്രം 6ാമത്തെ മേഖലയാണ്. ഈ ഒരു PDF നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പം 6ാമത്തെ മേഖല രസതന്ത്രമാണ്. 5 മേഖല ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നത് കേട്ടോ. കഥകളൊക്കെ പറഞ്ഞു. കഥകളൊക്കെ നിങ്ങൾ ഒരിക്കലൊന്ന് മനസ്സിരുത്തി കേട്ട് കഴിഞ്ഞാൽ നിങ്ങളത് മറക്കില്ല. അപ്പം രസതന്ത്രം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടും സിമ്പിളാണ്. 3 പേരാണ് നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ടുള്ളത്. പേരുകൾ ആദ്യമേ അങ്ങ് പറയാമേ. അതായത് കാരലിൻ ബെർട്ടോസി, മോർട്ടൻ മെൽഡൻ, അതുപോലെ തന്നെ
കാൾ ബാരി ഷാർപ്ലസ്. ഈ 3 പേരുകൾ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി സിമ്പിളാണ്. എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് 5 സ്റ്റാർ നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ടല്ലോ, ആ ഒരു കാര്യമായിട്ട് കണക്ട് ചെയ്യാം. 5 സ്റ്റാറിൻ്റെ അകത്തെ കെമിസ്ട്രി അതാണ് 5 സ്റ്റാറിൻ്റെ അകത്തെ കെമിസ്ട്രിയാണ് ഈ 3 വ്യക്തികൾ. ആ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. എങ്ങനെയെന്ന് ചോദിച്ചാൽ 5 സ്റ്റാറിൻ്റെ അകത്ത് നമുക്കറിയാം ക്യാരമൽ ഒരുപാടുണ്ടല്ലേ, പഞ്ചസാരയുടെ ഈ രീതിയിലുള്ള ഫോമാണ്. പഞ്ചസാരയ്ക്കകത്ത് വെറുതെ ചൂട് കൊടുത്താൽ മതി, അടി ഒട്ടിപ്പിടിക്കാതെ വെറുതെ ഇങ്ങനെ ചൂട് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം കൂടെ ചേർത്തിട്ട് ഇങ്ങനെ തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാരമൽ കിട്ടും. അതാണല്ലോ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ ചോക്ലേറ്റ് ലെയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് എന്താണ്, ക്യാരമലാണ് അതിൻ്റെ അകത്ത് ഉള്ളത്. സ്റ്റാർ പ്ലസ് 5 സ്റ്റാർ പ്ലസ് ഇതിൻ്റെ വലിയ പാക്കറ്റാണ്, അല്ലാന്നുണ്ടെങ്കിൽ 5 സ്റ്റാറിൻ്റെ പ്ലസ് ആണെന്ന് വിചാരിക്കാം, പ്ലസ് പാക്കറ്റാണ്, അല്ലാന്നുണ്ടെങ്കിൽ 5 സ്റ്റാർ പ്ലസ് ആണ്. ഷാർ പ്ലസ് എന്നുള്ള പേര് ഓർക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. പഞ്ചസാര ചൂടാക്കുന്നു, അപ്പോൾ എന്താണ് നമുക്ക് ലഭിക്കുക, ക്യാരമൽ ലഭിക്കുന്നു. മോൾട്ടൺ ആക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ലഭിക്കുന്നു, ക്യാരമൽ ലഭിക്കുന്നു. ക്യാരമലാണ് എന്ത്, 5 സ്റ്റാറിൻ്റെ ഫില്ലിങ്. 5 സ്റ്റാർ വലിയ സംഭവമാണ് കേട്ടോ. അതായത് ഷാർ പ്ലസ് എന്ന് പറയുന്ന വ്യക്തി വലിയ സംഭവമാണ്. ഷാർ പ്ലസിന് നോബൽ സമ്മാനം കിട്ടുന്നത് 2ാമത്തെ തവണയാണ്. എന്തിനാണ് ഇവർക്ക് ഈ ഒരു സമ്മാനം കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിക്ക് കെമിസ്ട്രി അതുപോലെ തന്നെ ബയോ ഓർത്തോഗണൽ രസതന്ത്ര ശാസ്ത്രം വികസിപ്പിച്ചതിനാണ് ഇവർക്ക് ഈ ഒരു സമ്മാനം കിട്ടുന്നത്. ആരാണ് ബയോ ഓർത്തോഗണൽ രസതന്ത്ര ശാസ്ത്രവുമായിട്ട് ആ ഒരു ശാസ്ത്ര മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഈ ഒരു സ്ത്രീയാണ്. അവരുടെ പേര് കരോലിൻ ആർ ബെർട്ടോസിയാണ്. നമ്മുടെ ക്യാരമലാണ് കേട്ടോ, നമ്മുടെ കഥയ്ക്കകത്ത് ക്യാരമലാണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്, ബയോ ഓർത്തോഗണൽ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ക്യാരമലാണ്. അദ്ദേഹത്തിൻ്റെ പേര്, ആ ഒരു വ്യക്തിയുടെ പേര് കാർലിൻ ബെർട്ടോസി എന്നായിരുന്നു. കാർലിൻ ബെർട്ടോസിയാണ്. പിന്നീട് ക്ലിക്ക് കെമിസ്ട്രി എന്ന് പറയുന്നത് ഒരു സയൻസിൻ്റെ ബ്രാഞ്ചാണ്. അതിനെ ഓർഗാനിക് ലെവൽ അല്ലാന്നുണ്ടെങ്കിൽ ലിവിങ് ഓർഗാനിസംസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക മാത്രമാണ് ബെർട്ടോസി ചെയ്തത്. അപ്പം ക്ലിക്ക് കെമിസ്ട്രിക്ക് ഫൗണ്ടേഷൻ പാകിയ വ്യക്തിയാണ് ആര്, ഈ 2 പേര്, മോർട്ടൺ മെൽഡനും അതുപോലെ തന്നെ കെ ബാരി ഷാർപ്ലസും. മോർട്ടൺ മെൽഡനും കെ ബാരി ഷാർപ്ലസുമാണ് ക്ലിക്ക് കെമിസ്ട്രിക്ക് ഫൗണ്ടേഷൻ പാകുന്നത്. എന്താണ് ക്ലിക്ക് കെമിസ്ട്രി? വളരെ സിമ്പിളാണ്, പേര് പോലെ തന്നെ സിമ്പിളാണ്. അതായത് നമ്മളൊരു സീറ്റ് ബെൽറ്റ്, രണ്ട് കോമ്പൗണ്ട്സ്, സീറ്റ് ബെൽറ്റിൻ്റെ ആ ഒരു ബക്കിളും ആ ഒരു ബെൽറ്റും കൂടെ ക്ലിക്ക് സൗണ്ടോട് കൂടിയാണ് അത് കൂട്ടി യോജിക്കുന്നത് അല്ലേ. അതുപോലെ സിമ്പിളായിട്ടുള്ളൊരു സംഗതിയാണ് ക്ലിക്ക് കെമിസ്ട്രി എന്ന് പറയുന്നത്. വളരെ എക്കണോമിക്കലായിട്ടുള്ള സോൾവൻസ് മുഖാന്തിരം നമുക്ക് സിമ്പിളായിട്ടുള്ള കോമ്പൗണ്ട്സ് അല്ലാന്നുണ്ടെങ്കിൽ ലീനിയർ കോമ്പൗണ്ട്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളൊരു കാര്യമാണ് ഈ 2 വ്യക്തികൾ പറഞ്ഞു വെച്ചത്. ആരൊക്കെയാണ്, മോർട്ടൺ മെൽഡനും കാൾ ബാരി ഷാർപ്ലസും പറഞ്ഞു വെച്ചത് ഈ 2 കാര്യങ്ങളാണ്. അതിനെ ലിവിങ് ഓർഗാനിസത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക മാത്രമാണ് കാർലിൻ ബെർട്ടോസി ചെയ്തത്. ഇങ്ങനെ ലിവിങ് ഓർഗാനിസത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. ആദ്യത്തെ 2 പേര് പറഞ്ഞത് ലീനിയർ കോമ്പൗണ്ട്സിലാണ് എന്നുണ്ടെങ്കിൽ പിന്നീടുള്ള ബെർട്ടോസി പറഞ്ഞത് ഈ ലിവിങ് ഓർഗാനിസത്തിലേക്ക് ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ക്ലിക്ക് കെമിസ്ട്രിയൊക്കെ അവിടെയും പോസിബിളാണ്. നമുക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഈ ഒരു കെമിസ്ട്രി നമുക്ക് അവിടെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നൊരു കാര്യമാണ് കാർലിൻ ബെർട്ടോസി കണ്ടുപിടിച്ചത്. ഈ ഒരു കണ്ടുപിടുത്തത്തിന് വളരെയധികം പ്രസക്തിയാണുള്ളത്. കാരണം ഇത് പിന്നീട് മെഡിസിൻ്റെ അകത്ത് ഒരുപാട് പ്രയോജനം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതിന് കോവിഡ് വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ അകത്ത് ഈ ഒരു തിയറി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കാർലിൻ ബെർട്ടോസിയുടെ ഈ ഒരു തിയറി അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കൺസെപ്റ്റൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അമേരിക്കയിലൊക്കെ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ക്യാൻസറിന് അഡ്വാൻസ്മെൻറ്റ് അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് മെഡിസിൻസ് ഒരു പർട്ടിക്കുലർ സെൽസിനൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാത്രം അവിടെ ചെന്ന് ക്ലിക്ക് അല്ലാന്നുണ്ടെങ്കിൽ ലോക്ക് ആവുന്ന രീതിയിൽ കോമ്പൗണ്ട്സ് അല്ലാന്നുണ്ടെങ്കിൽ മെഡിസിൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇവരുടെ ഈ ഒരു കൺസെപ്റ്റും തിയറിയും അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കെമിസ്ട്രി ബയോ ഓർത്തോഗണൽ കെമിസ്ട്രി അവിടെയും ആപ്ലിക്കബിൾ ആണ്. ആ ഒരു മേഖലയിൽ കോമ്പൗണ്ട്സ് അല്ലാന്നുണ്ടെങ്കിൽ മെഡിസിൻസ് ഡെവലപ്പ് ചെയ്യുന്ന റിസർച്ച് വർക്കിലാണ്, അല്ലാന്നുണ്ടെങ്കിൽ ആ റിസർച്ചൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇവിടെ കണ്ടുപിടുത്തത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കേണ്ടത് ഇതൊക്കെയാണ്. ബയോ ഓർത്തോഗണൽ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി ആരെന്ന് ചോദിച്ചേക്കാം. ആരാണ്? ലേഡിയാണ്. അവരുടെ പേരെന്താണ്? ക്യാരമലാണ്. ആരാണ്? കാർലിൻ ബെർട്ടോസിയാണ്. അമേരിക്കക്കാരിയാണ്. പിന്നീട് ഈ ഒരു മേഖലയിൽ ഒരുപാട് പഠനവും അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് അറിവൊക്കെയുള്ള ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം എന്താണ്? ഷാർ പ്ലസ് ആണ്. ആരാണ്? കാൾ ബാരി ഷാർ പ്ലസ് ആണ്. അദ്ദേഹത്തിന് 2ാമത്തെ തവണയാണ് നോബൽ സമ്മാനം കൂടി കിട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ മേഖല ക്ലിക്ക് കെമിസ്ട്രിയാണ്. പിന്നീട് ക്ലിക്ക് കെമിസ്ട്രിയിൽ തന്നെ കോൺട്രിബ്യൂഷൻ നടത്തിയ 2ാമത്തെ വ്യക്തി ആരാണ്? മോർട്ടൺ മെൽഡൻ ഡെൻമാർക്കുകാരനാണ്. അദ്ദേഹം മാത്രം ഡെൻമാർക്കുകാരനാണ്. മറ്റേ ആ ഒരു സ്ത്രീയും അതുപോലെ തന്നെ മുമ്പേ ഷാർ പ്ലസ് എന്ന് പറഞ്ഞ വ്യക്തിയും അദ്ദേഹം അവർ 2 പേരും അമേരിക്കയാണ്. നടുക്ക് നിൽക്കുന്ന വ്യക്തി മാത്രം അല്ലാന്നുണ്ടെങ്കിൽ മോർട്ടൺ മെൽഡൻ മാത്രം ഡെൻമാർക്കാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. 6 മേഖലയും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ചിലതൊക്കെ നമ്മൾ ട്രോളിൽ കൂടിയാണ് പഠിച്ചത്. ചിലത് മാത്രം ചില കഥകൾ പറഞ്ഞിട്ട് പിന്നീട് വന്നിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടും കേട്ടോ. നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇത്രയും സമയം നിങ്ങളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ സമാധാനത്തോടു കൂടിയാണ് ഇത് കാണാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഓർമ്മ വരും.
നിങ്ങളിത് ഒരിക്കൽ കണ്ടു വിടരുത്. പിന്നീട് ഒരു 1-2 തവണ പിന്നീട് സമയം കിട്ടുന്ന പോലെ ഒരാഴ്ചയോ 2 ആഴ്ചയ്ക്ക് ശേഷം ഈ ഒരു വീഡിയോ വീണ്ടും എടുത്ത് വെച്ചൊന്ന് കാണുക. എക്സാം ടൈമിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് റീകളക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ കഥകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരും. ഓപ്ഷൻസിൻ്റെ അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്ത് ചോദിച്ചാലും എങ്ങനെ തിരിച്ചു മറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. റെസ്പോണ്ട് ചെയ്യാതെ പോകരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.